Now we start our next section of solution of a differential equation. Last video we discussed what is the order and degree of the differential equation. Now we start solution of a differential equation. What is solution of a differential equation? Solution definition states that a function which satisfies a given differential equation is called a solution. Actually, in a quadratic equation, p of x is equal to s square minus 5x plus 6. Here, when we put x is equal to 2, we get answer 4 minus 10 plus 6 is equal to 0. That means x is equal to is a 0 or solution of the given quadratic equation. Solution of the given quadratic equation. Okay. Similarly, in a differential equation, we solution create ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സൊല്യൂഷന് കാരണക്കാരനാവുന്നത് ചില ഫങ്ഷൻസ് ആയിരിക്കും. ഇപ്പോൾ സപ്പോസ് യു ടേക്ക് y ഈസ് ഈക്വൽ ടു cos x പ്ലസ് സി ഒരു ഫങ്ഷനാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ വെരിഫൈ y ഈസ് ഈക്വൽ ടു cos x പ്ലസ് സി ഈസ് എ സൊല്യൂഷൻ ഓഫ് the differential equation dy by dx plus sin x equal to 0. It's a clearly a differential equation because there exist independent variable and their derivatives. അപ്പോൾ ഇയാളുടെ സൊല്യൂഷൻ ആണോ വെരിഫൈ ആവശ്യപ്പെടാം. സോ ഒരു 2 മാർക്ക് ക്വസ്റ്റൻ ആയിരിക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ വി ഫൈൻഡ് dy by dx. You know derivative cos x minus sin x and c derivative c is a constant value and 0. Now we take the left side dy by dx plus sin x is equal to, dy by dx is we get answer minus sin x plus is sin x minus sin x plus sin x equal to answer 0 equal to RHS കിട്ടി. അപ്പോൾ ഈ പറഞ്ഞ ഫംഗ്ഷൻ ഈ പറഞ്ഞ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന y is equal to cos x plus c എന്നുള്ള ആ ഒരു ഫംഗ്ഷന് ഈ പറഞ്ഞ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ത് പറയാൻ പറ്റും? സൊല്യൂഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രോബ്ലംസാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സൊല്യൂഷൻ ആണോ അല്ലയോ? അപ്പോൾ ഇതിൽ there exists two solution. One is particular solution and first is general solution and second is particular solution. The general solution definition states that general solution of a differential equation is the solution which contain many arbitrary constant of the differential equation. അത് നമ്മൾ കോൺസ്റ്റൻറ്റ് ഇപ്പോൾ ഈ കിട്ടിയത് ജനറൽ സൊല്യൂഷനാണ്. കാരണം ഒരു സിയുടെ പേരിലോ ഒക്കെ ആയിരിക്കും നമ്മൾ കിട്ടുന്നത്. ഓക്കെ. പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് എ സൊല്യൂഷൻ ഒബ്റ്റൈൻഡ് ഫ്രം ദ ജനറൽ സൊല്യൂഷൻ ബൈ ഗിവിങ് എ പർട്ടിക്കുലർ വാല്യൂസ് ടു ദ ആർബിട്രറി കോൺസ്റ്റൻറ്റ്. ഈ ആർബിട്രറി കോൺസ്റ്റൻറ്റ് ഒരു പർട്ടിക്കുലർ വാല്യൂ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ദാറ്റ്സ് കാൾഡ് പർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പോൾ ഈ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എക്സിന് വൈക്ക് ചില വാല്യൂസ് ഒക്കെ തരും. അത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. സാധാരണ നമ്മൾ കണ്ടുപിടിക്കുന്നത് ജനറൽ സൊല്യൂഷനാണ്. പർട്ടിക്കുലർ സൊല്യൂഷൻ ആകുമ്പോൾ ഫൈൻഡ് ദ സോൾവ് എന്ന് ആവശ്യപ്പെട്ടതിന് ശേഷം ദെൻ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 0 ഓർ y ഈക്വൽ ടു 1 ഇങ്ങനെ ഒരു പർട്ടിക്കുലർ വാല്യൂ ഒരു തരും. ആ ഒരു വാല്യൂലുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ആ സിയുടെ വില കണ്ടുപിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കാൾഡ് പർട്ടിക്കുലർ സൊല്യൂഷൻ. കോമൺ ആയിട്ട് ഇൻ ടേംസ് ഓഫ് ദ ആർബിട്രറി കോൺസ്റ്റന്റ് സിയിൽ നമ്മൾ കണ്ടെടുത്തി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് general solution. Okay. But general solution of a differential equation is a solution which contain as many arbitrary constant of the differential equation, and particular solution of a differential equation is the solution obtained from the general solution by giving particular values to the arbitrary constant. Okay. നമുക്ക് ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ പറയുന്നുണ്ട്. സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ കുറച്ച് ഫംഗ്ഷൻ തരുന്നുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറയുന്നുണ്ട്. സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെരിഫൈ, ക്വസ്റ്റ്യൻ ഹെഡ്ലൈൻ ഇതാണ്, വെരിഫൈ ദാറ്റ് ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് എ സൊല്യൂഷൻ ഓഫ് ദി കറസ്പോണ്ടിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. വെരിഫൈ കോമൺ ഹെഡ്ലൈൻ ആണ്. വെരിഫൈ ദ ഗിവൺ ഫംഗ്ഷൻ is a solution of the corresponding differential equation.
ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. കാരണം ഫോർമേഷൻ ഈ വർഷം അവോയ്ഡ് ചെയ്തിട്ടുള്ളത് തന്നെ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു 1 മാർക്ക് 2 മാർക്ക് സെഷനിലാണ് 2 മാർക്ക് സെഷനാണ് പലപ്പോഴും ഈ ക്വസ്റ്റ്യൻ കാണാറുള്ളത്. അപ്പോൾ ഫംഗ്ഷനും കറസ്പോണ്ടിങ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരും, അത് ചെക്ക് ചെയ്ത് നോക്കാം. y ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് പ്ലസ് 1. അതിന് കറസ്പോണ്ടിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡി സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ ഡി എസ് സ്ക്വയർ മൈനസ് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഈ പറയുന്ന ഫംഗ്ഷൻ ഈ പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. സോ ഫസ്റ്റ് ഓഫ് ആൾ വി ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. യു നോ ദ ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു എക്സ് ഈസ് ഇ റൈസ് ടു എക്സ്. നമ്മുടെ ഈ പറയുന്ന ഡിഫറൻഷിയേഷനിൽ 2 പാർട്ടുണ്ട്. സെക്കൻഡ് ഡെറിവേറ്റീവ് ഫോം ചെയ്യുക. ഡി സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ ഡി എസ് സ്ക്വയർ ഈസ് അഗൈൻ വി ഗെറ്റ് ആൻസർ ഇ റൈസ് ടു എക്സ്. നൗ വി സെലക്ട് LHS. LHS is d square y divided by ds square minus dy by dx is equal to d square y by ds square e raised to x is again e raised to x, e raised to x minus e raised to x equal to 0 is equal to we get answer RHS. And therefore given function is a solution of a given differential equation. Okay, it's a very simple portion. പക്ഷേ നന്നായിട്ടൊന്ന് കുറേ പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നമുക്കത് പ്രാക്ടീസ് ചെയ്തെടുക്കണം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. y is equal to x square plus 2x plus c. Y is equal to s square plus 2x plus c. Corresponding differential equation dy by dx minus 2x minus 2 is equal to 0. അപ്പോൾ ഇയാളുടെ സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. സോ ഫസ്റ്റ് ഓഫ് ആൾ വി ഫൈൻഡ് dy by dx. You know derivative s square is 2x and derivative 2x is 2. Derivative constant is 0. First derivative എടുത്തു. Now you take LHS is equal to dy by dx minus 2x minus 2 is equal to, you know dy by dx is 2x plus 2 minus 2x minus 2. എല്ലാ ടൈമും ക്യാൻസൽ ആവും. is equal to 0 equal to RHS. Therefore given function is a solution of the given differential equation. Okay, നമുക്ക് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. y is equal to root of 1 plus x square. Y is equal to square root of 1 plus x square is a solution of the differential equation dy by dx is equal to x into y divided by 1 plus x square. അപ്പോൾ ഇയാളുടെ സൊല്യൂഷനോ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. dy by dx നമുക്കറിയാം. റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് ഓൾറെഡി അറിയാം. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 1/2 റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 1 ഡെറിവേറ്റീവ് 0 ആൻഡ് എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x. ഹിയർ 2 cancel and therefore finally we get answer x divided by root of 1 plus s square എന്നായി മാറി ഡെറിവേറ്റീവ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് dy by d is equal to xy into 1 plus square എന്നാണ്. അപ്പോൾ therefore we take LHS. LHS is equal to dy by dx ആണ്. അപ്പോൾ dy by dx നമുക്ക് എന്താ കിട്ടിക്കുന്നത്? x divided by root of 1 plus x square എന്ന് കിട്ടി. നമുക്കതിനെ പ്രൂവ് ചെയ്യേണ്ട x into y divided by 1 plus s square എന്ന് പ്രൂവ് ചെയ്യണം. അതിനായിട്ട് ഈ റൂട്ട് ഓഫ് 1 പ്ലസ് എസ് സ്ക്വയർ കൊണ്ട് തന്നെ ഇതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ റൂട്ട് ഓഫ് 1 പ്ലസ് എസ് സ്ക്വയർ ബൈ റൂട്ട് 1 പ്ലസ് എസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വാട്ട് ഈസ് റൂട്ട് ഓഫ് 1 പ്ലസ് എസ് സ്ക്വയർ ഈസ് വൈ ഡിവൈഡഡ് ബൈ ദീസ് 2 ടൈംസിൻ്റെ പ്രോഡക്റ്റ് അഗൈൻ വി ഗെറ്റ് ആൻസർ 1 പ്ലസ് എസ് സ്ക്വയർ എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? RHS എന്ന് കിട്ടി. എക്സ് വൈ ബൈ 1 പ്ലസ് എസ് സ്ക്വയർ. ആൻഡ് ദെയർഫോർ given function is a solution of
the given differential equation. Is a solution. Is a given function is a solution of the given differential equation. Okay. Now we'll do one more question. Y is equal to x into sin x. Y is equal to x into sin x. Solution on check here question. dy by dx minus y square divided by 1 minus x into y is equal to 0. dy by dx minus y square by 1 minus xy is equal to 0. Okay, നമുക്ക് ആദ്യം ഡി വി ഡി കണ്ടുപിടിക്കാം. y is equal to x into sin x, and therefore dy by dx is equal to x into, you know the derivative sin x is cos x plus sin x into derivative x is 1. Using product rule, x into derivative sin x is cos x. Prove that function is, prove that our question mistaken. X into dy by dx is equal to y plus x into root of x square minus y square. Prove that x into dy by dx is equal to y plus x into root of x square minus y square. Okay, here using product rule we get answer dy by dx is equal to x into cos x plus sin x. Now we take the LHS part. LHS is equal to x into dy by dx is equal to x into, you know what is dy by dx? X into cos x plus sin x is equal to x square into cos x plus x into sin x. That's all. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട LHS equal to RHS അല്ലേ പ്രൂവ് ചെയ്യേണ്ട. And therefore now we take RHS. RHS is equal to y plus, അല്ലാതെ നമുക്ക് ഇതിൽ നിന്ന് അതിലോട്ട് ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് പാടാണ്. അങ്ങനെയുള്ള കേസുകൾ നമ്മൾ LHS RHS ഈക്വൽ എന്ന് പ്രൂവ് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇതിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ക്ലിയർ ആവും. അപ്പോൾ y plus x into square root of s square minus y square is equal to, you know what is y? Y corresponding to value is x into sin x plus x into square root of s square minus y square. What is y square? S square sin square x, because y equal to x into sin x. That is equal to x into sin x plus x into, ഈ റൂട്ടിനകത്ത് നമുക്ക് എസ് സ്ക്വയർ പുറത്തുകൊണ്ട് വരാം. അപ്പോൾ അത് റൂട്ട് ഓഫ് എസ് സ്ക്വയർ എക്സ് ആവും. ഇൻറ്റു റൂട്ട് ഓഫ് ബാലൻസ് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആവും. ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു, യു നോ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഈസ് കോസ് സ്ക്വയർ എക്സ് ആൻഡ് ഇറ്റ്സ് റൂട്ട് വാല്യൂ ഈസ് കോസ് എക്സ്. ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ കോസ് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് കിട്ടി. ഫിനിഷ് ചെയ്യാം. നേരത്തെ കിട്ടിയ ആൻസർ ഈ ആൻസർ സെയിം അല്ലേ. therefore LHS equal to RHS, and therefore given function is a solution of the given differential equation. Given function is a solution of the given differential equation ആയി മാറും. ഓക്കെ, അപ്പോൾ അത് ഇത്തരം കേസുകളൊന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യുന്നതിൽ ഒരു ചെറിയൊരു വേരിയേഷൻ വന്നുപോയി. ഇപ്പോൾ എക്സ് ഇൻറ്റു ഡി വി ഡി ഈക്വൽ ടു വൈ പ്ലസ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് പ്രൂവ് ചെയ്യുക കുറച്ച് ഡിഫിക്കൽട്ടിയാണ്. അതിനെക്കാട്ടും ബി സി നമ്മൾ ഈക്വൽ ടു പ്രൂവ് കൊടുത്താൽ മതി. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഈക്വൽ ആണ്. ഈ പറയുന്ന ഫംഗ്ഷൻ ഈ രണ്ടിലും ഈക്വാളിറ്റി കാണിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ സൊല്യൂഷനാണ് നമുക്ക് വെരിഫൈ ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതേ ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. x into y is equal to log y plus c. X into y is equal to log y plus c. ചെക്ക് ചെയ്യേണ്ടത് ഈ പറയുന്ന ഫംഗ്ഷൻ dy by dx is equal to y square divided by 1 minus xy എന്നുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഹിയർ xy is equal to log y plus c. Now differentiating with respect to x, കാരണം നമുക്ക് dvds വേണമല്ലോ. ലെഫ്റ്റ് സൈഡ് we apply product rule. x into, we know derivative of y is dy by dx plus y into derivative of x with respect to x is 1 is equal to log y derivative 1 by y and derivative of y with respect to x is dy by dx plus c in derivative 0.
കാരണം സി ഈസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. ഓക്കെ, ഇവിടെ നമുക്ക് ഡി വൈ ഡി എക്സിൻ്റെ രണ്ട് ടേംസ് ഉണ്ട്. ഒന്ന് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് നിലയിലുള്ള ടേം, ഈ ടേം ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ -1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ റൈസ് സൈഡ് പോകുമ്പോൾ -y ആകും. ഇവിടെ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കോമൺ സെലക്ട് ചെയ്യുക. കോമൺ സെലക്ട് ചെയ്യുമ്പോൾ എക്സ് മൈനസ് 1/y is equal to -y. That is dy by dx into, here the LCM is y, cross ചെയ്യുമ്പോൾ x into y minus 1 is equal to -y. ഈ ടൈം ക്രോസ് ചെയ്യാം കാരണം നമുക്ക് ഡി വൈ ഡി എക്സ് വേണ്ടത്. ആൻഡ് therefore dy by dx equal to -y² ഡിവൈഡഡ് ബൈ, ഈ ടൈം റൈറ്റിലോട്ട് ക്രോസ് ചെയ്യുമ്പോൾ xy -1 എന്നായി മാറും. ഇസ് ഈക്വൽ ടു നെഗറ്റീവ് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ, നെഗറ്റീവ് ഒഴിവാക്കാം. അപ്പോൾ y² ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഇൻറ്റു വൈ എന്നായി മാറി. അപ്പോൾ ഇത് തന്നെ നമുക്ക് ഓൾറെഡി പ്രൂവ് ചെയ്ത് കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ ഡി എക്സിനെ കൊടുത്തിട്ട് ഈക്വൽ ആവില്ലേ. therefore ഇതിൽ പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നു. ചില കേസ് അങ്ങനെ വരാം. ചിലപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് എടുത്ത് റൈറ്റ് സൈഡ് പ്രൂവ് ചെയ്യേണ്ടി വരും. ചിലത് ഓട്ടോമാറ്റിക് പ്രൂവ് ചെയ്ത് വരുമ്പോൾ LHS RHS ഈക്വലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ. ആൻഡ് therefore എക്സ് ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു log y പ്ലസ് c ഈസ് എ സൊല്യൂഷൻ ഓഫ് the given differential equation. Okay, it's very important type question. പ്രത്യേകം നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. കാരണം ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇതിൽ സാറ്റിസ്ഫൈ തെളിയിച്ചു കൊടുത്താൽ മാത്രം മതി. ചിലത് ഡയറക്റ്റായിട്ട് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്ത് വരും. ചിലത് LHS എടുത്ത് നമ്മൾ RHS പ്രൂവ് ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. x plus y equal to tan inverse y. x plus y is equal to tan inverse y. ചെക്ക് ചെയ്യേണ്ട ഡിഫറൻഷ്യൽ ഇക്വേഷൻ y² ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് y² പ്ലസ് 1 ഈക്വൽ ടു 0. y² ഇൻറ്റു dy by dx plus y plus 1 equal to 0. y² into dy by dx plus y² plus y² plus 1 equal to 0. Okay, we start ചെയ്ത് നോക്കാം. Here given x plus y is equal to tan inverse y. Now differentiating with respect to x in derivative 1, y into derivative dy by dx, and derivative tan inverse x, you know derivative tan inverse x is 1 by 1 plus s square. Here derivative tan inverse y is 1 divided by 1 plus y square into y derivative, function y derivative with respect to x is dy by dx, into derivative y with respect to x is dy by dx. ആക്ച്വലി നമുക്ക് വേണ്ടത് ഡി വൈ ഡി എക്സ് കിട്ടിയാൽ മാത്രമേ ഇത് സാറ്റിസ്ഫൈ ഇല്ലെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വേണമെങ്കിൽ ഇത് ആൻസറായിട്ട് കൊണ്ടെത്തിക്കാം. ഇവിടെ അല്ലെങ്കിൽ ഡി വൈ ഡി എക്സ് നമുക്ക് കളക്ട് ചെയ്യാം. കളക്ട് ചെയ്ത് ഇതിൽ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ടും നമുക്ക് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിക്കുന്നത് 1/1 പ്ലസ് y² ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടി. ഇവിടെ നമുക്ക് ഡി വൈ ഡി എക്സ് കളക്ട് ചെയ്യാം. ഇപ്പോൾ ഡി വൈ ഡി എക്സ് കളക്ട് ചെയ്യുമ്പോൾ 1 divided by 1 plus y² minus 1 is equal to 1. That is dy by dx into, here you take LCM. Here LCM is 1 plus y². Cross multiply about 1 minus of 1 plus, അപ്പോൾ -1 minus y² is equal to 1. Here 1 cancel, and therefore dy by dx into minus y² divided by 1 plus y² is equal to 1. That implies dy by dx is equal to, cross ചെയ്യുമ്പോൾ 1 plus y² divided by -y² ആവും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ലെഫ്റ്റ് സൈഡ് കൊടുത്ത് പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം ഡി വൈ ഡി എക്സ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ഇതിൻ്റെ ഡെവലപ്പ് ചെയ്തെടുക്കാം. LHS എടുത്ത് RHS പ്രൂവ് ചെയ്താലും മതി. ഇപ്പോൾ y² ഇൻറ്റു dy by dx പ്ലസ്
y square plus 1 is equal to y square into what is dy by dx? 1 plus y square divided by minus y square plus y square plus 1. Here y square cancel. അപ്പോൾ എന്ത് കിട്ടുക? Minus of 1 plus y square, that is minus 1 minus y square plus y square plus 1 is equal to 0. Cancel ആയില്ലല്ലോ, is equal to 0. And therefore given differential equation, given solution is a solution of the given function. Therefore given function is a solution of the given differential equation നമുക്ക് പറയാം. Okay, given function is a solution of the given differential equation. കുറച്ച് steps ഉണ്ട്. First of all, you find the derivative x 1, y derivative dy by dx, tan inverse y derivative 1 by 1 plus y square into y derivative dy by dx. ഇവിടെ നമുക്ക് ഇത് ആദ്യം എഴുതിയതേ ഉള്ളൂ. അപ്പോൾ 1 by 1 plus y square into dy by dx equal to 1 plus dy by dx. ഇവിടെ നിന്ന് dy by dx ടൈം കളക്ട് ചെയ്യുക. അപ്പോൾ 1 by 1 plus y square into dy by dx എന്ന് dy by dx പുറത്തെടുക്കുമ്പോൾ 1 by 1 plus y square minus 1 equal to 1. ഇനി take LCM. അപ്പോൾ 1 minus 1 minus y square divided by 1 plus y square equal to 1. Here 1 cancel ചെയ്യുമ്പോൾ minus y square by 1 plus y square into dy by dx equal to 1. Cross ചെയ്യുക, dy by dx equal to 1 plus y square divided by minus y ആവും. ഈ കിട്ടിയ വാല്യൂ ഇതിൽ കൊടുക്കുക, LHS കൊടുത്തു. അപ്പോൾ y square into dy by dx plus y square plus 1 ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ എന്ത് കൊടുക്കും? dy by dxൻ്റെ ഭാഗത്ത് y square into 1 plus y square divided by minus y square കൊടുത്തു, plus y square plus 1. Here y square cancel, ഈ മൈനസ് അതോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ minus 1 minus y square ആവും plus y square plus 1. ഇത് ടൈം ക്യാൻസൽ ആയി പോവുകയും ബാക്കി നമുക്ക് ആൻസർ 0 കിട്ടുകയും ചെയ്യും. Therefore given given function is a solution of the given differential equation നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത പാർട്ടിൽ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സുമായിട്ട് വരും. അതുവരേക്കും ബൈ.